ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ രാവിലെ നേരം എല്ലാ ദിവസവും ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ സന്തോഷത്തിലിരിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മളിതിലൊരു റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നമ്മളൊരു 12 ടിപ്പ് പറയുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ദിവസം തുടങ്ങുന്ന സമയത്ത് നല്ല സന്തോഷത്തോടെ ഇരിക്കാനും അതുപോലെ തന്നെ അത് ആ വൈകുന്നേരം വരെ ആ സന്തോഷം നിലനിർത്താനൊക്കെ പറ്റുന്ന ടിപ്പുകളാണ് കേട്ടോ നമ്മൾ പറയുന്നത്. രാവിലെ നേരങ്ങളിൽ സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ ദിവസം ഫുള്ളായിട്ട് ആ സന്തോഷവും ആ എനർജിയും ആ സമാധാനവും എല്ലാം നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ദിവസം മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത്, നമ്മൾ എന്നും പറയുന്ന പോലെ ആദ്യത്തെ ടിപ്പ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് കാരണങ്ങൾ കൊണ്ടും നമ്മുടെ പ്രാർത്ഥന ഒഴിവാക്കരുത്. ഇനിയിപ്പോൾ നമുക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല കേട്ടോ. എണീറ്റ ഉടനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന, അതും ഒരു പ്രാർത്ഥനയാണ്. പിന്നെ മനസ്സിലെ ഭഗവാനെ വിചാരിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന, അതും പ്രാർത്ഥന തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഒഴിവാക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്ന ദിവസം തന്നെ ദൈവത്തിനോട് ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുകയാണെങ്കിൽ എന്ത് കഷ്ടങ്ങൾ വന്നാലും നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത്തത്, എണീക്കുന്ന സമയത്ത് മാക്സിമം സന്തോഷത്തിലും ചിരിച്ചുകൊണ്ടും എണീക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ 2 ടിപ്പ് പറഞ്ഞതോടുകൂടി നമ്മൾ റെസിപ്പിയിലേക്ക് പോകുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങൾ കൂടെ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു കടലക്കറി, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വെള്ളക്കടലക്കറിയാണ്. അത് ഞാൻ പകുതി വേവിച്ച് മാറ്റിയതാണ് കേട്ടോ. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 5-6 ചെറിയുള്ളി ചതച്ചതും കൂടെ ചേർത്തതിന് ശേഷം ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 3/4 ഭാഗം വെന്ത ചന്നയിലേക്കാണ് നമ്മളിതെല്ലാം ചേർത്ത് കൊടുത്ത് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ 3 വിസിലടിച്ച് നല്ലപോലെ തന്നെ നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട്, മസാലയൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഏറ്റവും നല്ല ഒരു കറിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. തേങ്ങ മാത്രം ചേർത്ത് നല്ലപോലെ അരച്ചത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറി കുറച്ച് കിണുക്കന വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളത്തോടെ ഇരുന്നാൽ നന്നായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് വെള്ളം തോന്നുകയാണെങ്കിലും ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയെക്കാട്ടിലും ഇതിൽ ചിക്കൻ മസാല ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു വറവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നമ്മുടെ താളിപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഏകദേശം നല്ലപോലെ മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബട്ടൂരയാണ് കേട്ടോ. ആ പറയുന്ന ബട്ടൂരിയിൽ നമ്മൾ ഇതുപോലെ സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഈസ്റ്റ് ഒന്നും ചേർക്കാണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബട്ടൂരയാണ് കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ കടലക്കറി. അപ്പം നമ്മുടെ കടലക്കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ടിപ്പിലേക്ക് വരാം അല്ലേ. അപ്പോൾ ഇനി 3ാമത്തെ ടിപ്പ് നമ്മൾ പറയുന്നത്, ദേഷ്യം വരുന്ന സമയത്ത് നമ്മളതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ദേഷ്യം ഒരിക്കലും ആർക്കും കൺട്രോൾ ചെയ്യാൻ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മളത് കൺട്രോൾ ചെയ്താൽ മാത്രമേ രാവിലത്തെ ദിവസം ഒന്നുകൂടെ സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഒന്ന് കൺട്രോൾ ചെയ്തതിന് ശേഷം ഒന്ന് സമാധാനത്തോടെ സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ അന്നത്തെ ദിവസത്തെ നമ്മുടെ എനർജിയും അതുപോലെ നമ്മുടെ വീട്ടിലുള്ളവരുടെ എനർജിയും നഷ്ടപ്പെടാണ്ട് സന്തോഷത്തിലിരിക്കാൻ അത് വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ.
പിന്നെ നമ്മൾ നാലാമത്തെ പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾ അവരവർക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പകുതി പ്രശ്നം ഇല്ലാണ്ടാവും കേട്ടോ. കുട്ടികളായിരിക്കും നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അവർ 2-3 ദിവസം പറയുമ്പോൾ അവരത് കറക്റ്റായി തന്നെ ഫോളോ ചെയ്ത് വരുന്നതായിരിക്കും കേട്ടോ. നമ്മളെക്കാട്ടിലും കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും. നമ്മൾ പറയേണ്ട രീതിക്ക് അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കറക്റ്റായി തന്നെ ചെയ്യും കേട്ടോ. ഒരു 2-3 ദിവസമൊക്കെ അവർക്കതൊരു പ്രശ്നമായി തോന്നിയാലും പിന്നെ അവരത് കറക്റ്റായി ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരുടെ ജോലിയും അവർ കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പാതി പ്രശ്നം ഒഴിവാകുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പറയുന്നത് 5-മത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ദിവസം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തലേ ദിവസം ഒന്ന് പറയുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ആരാണ് ചെയ്യുന്നത് പറഞ്ഞാൽ അവരെടുത്ത് ആ കാര്യങ്ങൾ പറയുന്നത് വളരെ നന്നായിരിക്കും. എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ രാവിലെ എണീച്ച് പറയുന്ന സമയത്ത് അവർക്കത് ചെയ്യാൻ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല കേട്ടോ. ചിലവർക്ക് നമ്മൾ നേരത്തെ കൂട്ടി പറഞ്ഞാൽ മാത്രമേ അവർ ചെയ്ത് തരൂ. അങ്ങനെയും ചിലവരുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ സ്വഭാവവും കൂടെ കണക്കിലെടുത്ത് വേണം നമ്മൾ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ തന്നെ അവരത് കറക്റ്റായി ചെയ്യുന്നതായിരിക്കും. നമുക്കും പ്രശ്നമില്ല, അവർക്കും പ്രശ്നമില്ല കേട്ടോ. ഇല്ല നമ്മൾ ആ നേരത്ത് തന്നെ പോയി പറയുമ്പോൾ അവർ പല ഒഴിവുകൾ പറയും. ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും, നമുക്കത് ചെയ്യണമെന്ന് നിർബന്ധമാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തലേ ദിവസം പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് 6-മത്തെ ടിപ്പാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഒരാൾ ഒന്ന് പ്രശ്നം ഇങ്ങനെ പറയുന്ന സമയത്ത് കേൾക്കുന്നവർ ഒന്ന് കാമായി ഇരിക്കുകയാണെങ്കിൽ അധികം പ്രശ്നമില്ലാണ്ട് കഴിയും കേട്ടോ. ഇല്ല 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴായിരിക്കും ഒരുപാട് പ്രശ്നം വഷളാകുക. അതൊക്കെ നമ്മൾ ആദ്യത്തെ സമയങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഉണ്ടാകും. പക്ഷേ അത് പോകെ പോകെ ആരെങ്കിലുമൊക്കെ കൺട്രോളായിട്ട് തനിയെ വരും കേട്ടോ. എന്താ പറഞ്ഞാൽ കൺട്രോൾ ആയില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഒരാൾ കൺട്രോളായി മാത്രമേ നമ്മുടെ കുടുംബജീവിതം എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോവുകയുള്ളൂ കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് 7-മത്തെയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ആ ദിവസം തന്നെ നമ്മൾ പറഞ്ഞ് തീർക്കണം കേട്ടോ. അത് അടുത്ത ദിവസത്തേക്ക് വെക്കരുത്. 1-മത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ്റെ അവസ്ഥയാണ്. എങ്ങനെ ആകും എന്താകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അത് 1-മത്തെ കാര്യമാണ്. പിന്നെ 2-മത്തത് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ 2 ദിവസം ഈ പ്രശ്നം കൊണ്ട് നടക്കുകയാണെങ്കിൽ ആ 2 ദിവസത്തെ സന്തോഷം നമുക്കത് ഇല്ലാണ്ടാകും. അതുമാത്രമല്ല നമ്മൾ സന്തോഷമായി ഇരുന്നില്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ളവരും സന്തോഷമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് രാത്രി വരെ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിനപ്പുറം ആ പ്രശ്നം കൊണ്ടുപോകാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ. പിന്നെ 8-മത്തെ ടിപ്പ്, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അല്ലാത്തതിന് കാര്യമായിട്ടുള്ള പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സന്തോഷമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയവും അതുപോലെ ദിവസവും നമ്മൾ വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇനി 9-മത്, നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരുന്ന കാര്യമാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇല്ല 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും എടുക്കുകയൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവാറുള്ളത്. രാവിലെ തന്നെ പ്രശ്നങ്ങളാകുന്ന സമയത്ത് വീട്ടിലിരിക്കുന്നവർക്കും അതുപോലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ജോലിക്ക് പോയ സ്ഥലത്ത് നമുക്കൊരു സമാധാനം സന്തോഷം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഒരാളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ 9-മത്തെ ടിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 10-മത്തെ, നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം തരുന്ന നല്ല കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക കേട്ടോ. അല്ലാത്തത് നമ്മൾ ഒരു ഓരത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനിപ്പോൾ പ്രാധാന്യം കൊടുക്കണോ കൊടുക്കണ്ടേ എന്നൊക്കെ നമ്മൾ പിന്നീട് ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് നമുക്ക് സന്തോഷം തരുന്നത് നമ്മുടെ കുടുംബത്തിന് ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയവും അതുപോലെ തന്നെ നമ്മുടെ എഫർട്ടും അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് 11-മത്തെ കാര്യമാണ്. എല്ലാവരും മാക്സിമം സന്തോഷത്തിലിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവും. പക്ഷേ നമ്മൾ അതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ മറന്നു പോവുക മാത്രമല്ല അത് ആസ്വദിക്കാനും സന്തോഷിക്കാനും നമുക്ക് സമയം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് സന്തോഷിക്കുന്നിടത്ത് മാക്സിമം സന്തോഷിക്കാനും അതുപോലെ ദുഃഖം ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും നമുക്ക് കഴിയുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ
വിജയം ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും സന്തോഷത്തിലിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി 12ാമത്തെ തോറ്റു കൊടുക്കുന്നിടത്താണ് കൂടുതൽ വിജയം ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ തോറ്റു കൊടുത്തതുകൊണ്ട് നമുക്കൊന്നും വരാനില്ല. അത് നമുക്ക് ഒരുപാട് ലാഭമായിരിക്കും. നമുക്ക് ആ തോൽക്കുന്ന സമയത്ത് കുറച്ച് വിഷമം ഉണ്ടെങ്കിൽ കൂടിയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പിന്നീടേക്ക് ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുവരും കേട്ടോ. ഈ സങ്കടങ്ങളും അതുപോലെ പ്രശ്നങ്ങളും ഒക്കെ രാവിലെ എണീച്ച് ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ ബാക്കിയുള്ളവരെ കൂടെ അത് ബാധിക്കും കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ അവരുടെ മനസ്സിൽ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ അവർ ഉൾക്കൊണ്ട് അത് ഭയങ്കരമായിട്ട് അവർക്ക് അതൊരു ഫീലിംഗ് ആയി മാറും കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ സന്തോഷത്തിലിരിക്കാൻ നോക്കുക. അതുപോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കുക. നമ്മളിങ്ങനെ കുറച്ച് പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓപ്പോസിറ്റുള്ളവർക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മളോട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്ന അവർക്കും മനസ്സിലാകും. അപ്പോൾ പോകെ പോകെ അതും ശരിയാകും. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ സങ്കടങ്ങളും ഒന്നുമില്ലാതെ തന്നെ, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. രാവിലെ പറയുമ്പോൾ നമുക്ക് പുതിയൊരു ജീവിതവും പുതിയൊരു ദിവസവുമാണ്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളാണെങ്കിൽ അത് ആ ദിവസത്തെ ഫുള്ളായി ബാധിക്കും കേട്ടോ. ഇനിയുള്ള കാലത്ത് എന്ന് പറയുന്ന സമയത്ത് ഓരോരോ സെക്കൻഡ് കൂടെ നമുക്ക് വളരെ വിലപ്പെട്ടതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് മുന്നേ കണ്ട ആളെ ഈ അടുത്ത സെക്കൻഡ് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോകുന്ന ഒരു നിമിഷം കൂടിയുള്ള അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം നമ്മൾ സങ്കടപ്പെടാതെയും അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെയും അതുപോലെ തന്നെ മാക്സിമം സന്തോഷമായിട്ടും സഹകരിച്ചൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഉള്ള ജീവിതം നമ്മൾക്ക് പോകുന്ന സമയത്ത് ഒരു സമാധാനം കൂടി ഉണ്ടാകും. ഇല്ലെങ്കിൽ ചിലവർക്ക് വിചാരിക്കും എന്നും ഞാനൊരു പ്രശ്നമായി മാറി എന്ന് വിചാരിക്കണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കൺട്രോളായിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ വീട്ടിലുള്ളവർ എല്ലാവരും ഒരുപോലെ സഹകരിച്ചാൽ മാത്രമേ എല്ലാവർക്കും ഒരുപോലെ സന്തോഷം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ മനസ്സിലാകുന്ന പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഒന്നുപോലെ ഒരു 2-3 പ്രാവശ്യം പറയുമ്പോൾ അവർക്ക് തന്നെ അത് മനസ്സിലാകും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് സന്തോഷമായിട്ട് പോകാൻ കിട്ടുന്ന ഒരു ജീവിതം അതുപോലെ നിമിഷങ്ങളും നമുക്ക് വേസ്റ്റാകാതെ തന്നെ നമുക്ക് ജീവിച്ച് തീർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അതുപോലെ നമ്മളെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ബട്ടൂര് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.